What are the raw materials used in the blast furnace for the manufacture of iron? Explain the reactions. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇൻഡസ്ട്രിയൽ മാഗ്നിറ്റ്യൂഡിൽ അയൺ നിർമ്മിക്കുന്ന ബ്ലാസ്റ്റ് ഫർണസിനെക്കുറിച്ചാണ്. ഇരുമ്പ് നിർമ്മിക്കാൻ നമ്മളൊരു വലിയ സ്റ്റീൽ ടവർ ആണ് ഉപയോഗിക്കുന്നത്. ഇതിനെയാണ് ബ്ലാസ്റ്റ് ഫർണസ് എന്ന് വിളിക്കുന്നത്. ഇതിന്റെ മുകളിൽ കൂടെ നമ്മൾ ചാർജ് എന്ന മിശ്രിതം ഉള്ളിലേക്കിടുന്നു. അയൺ ഓർ ആയ ഹീമറ്റൈറ്റ്, കോക്ക്, ലൈംസ്റ്റോൺ എന്നിവയുടെ മിശ്രിതമാണ് ഈ ചാർജ്. താഴെ നിന്ന് ചൂടുള്ള കാറ്റ് അല്ലെങ്കിൽ ഹോട്ട് ബ്ലാസ്റ്റ് ഓഫ് എയർ നമ്മൾ ഉള്ളിലേക്ക് കടത്തിവിടുന്നു. ഇവിടെ നടക്കുന്ന റിയാക്ഷൻസ് വളരെ രസകരമാണ്. ആദ്യം കോക്ക് ഓക്സിജനുമായി ചേർന്ന് കത്തുന്ന എക്സോതെർമിക് റിയാക്ഷൻ നടക്കുന്നു. ഇതിൽ നിന്നുമുണ്ടാകുന്ന ചൂട് ഫർണസിനെ ഹീറ്റ് ചെയ്യുന്നു. പിന്നീടുണ്ടായ കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും കോക്കുമായി റിയാക്ട് ചെയ്ത് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നു. ഈ കാർബൺ മോണോക്സൈഡാണ് ഇവിടുത്തെ ഹീറോ അഥവാ റെഡ്യൂസിംഗ് ഏജന്റ്. ഇത് ഹീമറ്റൈറ്റിലെ ഓക്സിജനെ എടുത്തുമാറ്റുകയും പ്യൂർ അയൺ ആക്കി മാറ്റുകയും ചെയ്യുന്നു. അപ്പോൾ ലൈംസ്റ്റോൺ എന്തിനാണ് ചേർത്തതെന്ന് സംശയം തോന്നാം. ഓറിൽ സിലിക്ക എന്ന അസിഡിക് ഇംപ്യൂരിറ്റി അടങ്ങിയിട്ടുണ്ട്. ഇതിനെ നീക്കം ചെയ്യാനുള്ള ഫ്ലക്സ് ആണ് ലൈംസ്റ്റോൺ അഥവാ കാൽസ്യം കാർബണേറ്റ്. ചൂടിൽ ലൈംസ്റ്റോൺ വിഘടിച്ച് കാൽസ്യം ഓക്സൈഡ് ഉണ്ടാകുന്നു. ഈ കാൽസ്യം ഓക്സൈഡ് സിലിക്കയുമായി ചേർന്ന് കാൽസ്യം സിലിക്കേറ്റ് അഥവാ സ്ലാഗായി മാറുന്നു. ഉരുകിയ അയേണിനു മുകളിൽ ഈ സ്ലാഗ് ഒഴുകി നടക്കുന്നു. നമ്മൾ സ്ലാഗിനെയും അയേണിനെയും വേറെ വേറെ ടാപ്പുകളിലൂടെ പുറത്തെടുക്കുന്നു. ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് കിട്ടുന്ന അയേണിനെ പിഗ് അയേൺ എന്നാണ് വിളിക്കുന്നത്. ഇതിൽ 4% കാർബൺ അടങ്ങിയിട്ടുണ്ട്. ഇതിനെ ശുദ്ധീകരിച്ചാണ് നമ്മൾ കാസ്റ്റ് അയൺ, സ്റ്റീൽ എന്നിവ ഉണ്ടാക്കുന്നത്. പരീക്ഷയ്ക്ക് അയൺ നിർമ്മാണത്തിലെ റെഡ്യൂസിംഗ് ഏജന്റ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഉത്തരം കാർബൺ മോണോക്സൈഡ് ആണെന്ന് മറക്കരുത്. അതുപോലെ ഫ്ലക്സ് ആയി ഉപയോഗിക്കുന്നത് ലൈംസ്റ്റോൺ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തതായി ഏത് വീഡിയോ ആണ് വേണ്ടത്? കമന്റ് ചെയ്യൂ.